എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ സ്റ്റേജ് 5 ഖാദി ബോർഡ് LDC പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒന്ന് പരിശോധിക്കാം. ചോദ്യപേപ്പർ കോഡ് 13/2024. ആദ്യത്തെ ചോദ്യം, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണുത്തരം. നിഴലുറങ്ങുന്ന വഴികൾ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓപ്ഷൻ ബി ആണുത്തരം. ഓഗസ്റ്റ് 23. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ ബി ആണുത്തരം. TK മാധവൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി ആണുത്തരം. സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻ ഡി ആണുത്തരം. വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഓപ്ഷൻ എ ആണുത്തരം. 3 മാത്രം. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു എന്ന പ്രസ്താവനയാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ ഡി ആണുത്തരം. ശ്രീ യു ഷറഫ് അലി. ചാന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ആണുത്തരം. ഷേപ്പ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി ആണുത്തരം. പി വത്സല. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻ ഡി ആണുത്തരം. EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷമേത്? ഓപ്ഷൻ എ ആണുത്തരം. 1853. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഓപ്ഷൻ ഡി ആണുത്തരം. ധാറിയ. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല? ഓപ്ഷൻ ബി ആണുത്തരം. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണുത്തരം. ഉത്തർപ്രദേശ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി ആണുത്തരം. ദേശീയ ജലപാത 3. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യമേത്? ഓപ്ഷൻ സി ആണുത്തരം. അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻ എ ആണുത്തരം. മഹാത്മാഗാന്ധി. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണുത്തരം. ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ ഡി ആണുത്തരം. ഗോദാവരി. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി ആണുത്തരം. 2ഉം 3ഉം പ്രസ്താവനകളാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. താരതമ്യേന വീതി കൂടുതൽ. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? ഓപ്ഷൻ എ ആണുത്തരം. രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ഓപ്ഷൻ എ ആണുത്തരം. കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ഓപ്ഷൻ ഡി ആണുത്തരം. 3:2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷത്തിൽ? ഓപ്ഷൻ സി ആണുത്തരം. 1993 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏതു വർഷത്തിൽ? ഓപ്ഷൻ ബി ആണുത്തരം. 12 ഒക്ടോബർ 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി ആണുത്തരം. അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ ആണുത്തരം. ദേവനാഗിരി.
താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കടുവ. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 4A. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1919. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ദാദാഭായ് നവറോജി. സാരേ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഭക്രാനങ്കൽ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, റൗലറ്റ് ആക്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇടുക്കി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, PT ഉഷ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 2017. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പാമ്പാർ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഭാരതപ്പുഴ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നഞ്ചിയമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇടുക്കി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, വേമ്പനാട്ടുകായൽ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നെയ്യാറ്റിൻകര. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അയ്യങ്കാളി. 1858 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആറ്റിങ്ങൽ കലാപം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1924. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, അരയ സമാജം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബേപ്പൂർ മുതൽ തിരൂർ വരെ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കെ കേളപ്പൻ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? ഓപ്ഷൻ എ ആണ് ഉത്തരം, നെടുങ്ങാടി ബാങ്ക്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ഓപ്ഷൻ എ ആണ് ഉത്തരം, പാരീസ്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, VT ഭട്ടതിരിപ്പാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്രകലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ഓപ്ഷൻ എ ആണ് ഉത്തരം, രാമൻ നമ്പി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി?
ഓപ്ഷൻ ഡി ആണ് ഉത്തരം. രാജാറാം മോഹൻ റോയ്. 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബ്രസീൽ. അന്തർദേശീയ സഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല? ഓപ്ഷൻ എ ആണ് ഉത്തരം. വിശ്വഭാരതി. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ്. ജീവകം ബി എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സമ്പർക്കം മുഖേന. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി? ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്നേഹസ്പർശം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മോണോസൈറ്റും ന്യൂട്രോഫിലും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ? ഓപ്ഷൻ സി ആണ് ഉത്തരം. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. വനവിഭവമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മണ്ണെണ്ണ. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം? ഓപ്ഷൻ എ ആണ് ഉത്തരം. സൾഫർ ഡൈ ഓക്സൈഡ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇന്ത്യ. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 7. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭാഗ്യലക്ഷ്മി. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സിങ്ക്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. 18. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാർമോയ്സിൻ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. റൂഥർഫോർഡ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ എ ആണ് ഉത്തരം. രാകേഷ് ശർമ്മ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ്? ഓപ്ഷൻ ഡി. അപവർത്തനം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ബാഷ്പീകരണം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം. കാറ്റ്, തിരമാല. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭ്രമണചലനം. തുടർച്ചയായ 5 ഇരട്ടസംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻ എ 56. ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക 156ഉം അംശബന്ധം 5:7 എങ്കിൽ പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്? ഓപ്ഷൻ ബി 26. വീട്ടിൽ നിന്നും രാമു 3 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും. 4 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തും എങ്കിൽ രാമുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂൾ എത്ര അകലെയാണ്? ഓപ്ഷൻ സി 8 കിലോമീറ്റർ. 5821 എത്ര നൂറുകളുണ്ട്? ഓപ്ഷൻ ഡി 58. 2500 രൂപ വിലയുള്ള ഒരു വാച്ച് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. എന്നാൽ വാങ്ങിയ വില എത്ര? ഓപ്ഷൻ എ 1875. 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ? ഓപ്ഷൻ സി 15%. 10 ആളുകളുടെ ശരാശരി വയസ്സ് 36,
ഒരേ പ്രായമുള്ള 2 പേര് കൂടി ഇവരോട് ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 38 എങ്കിൽ പുതുതായി വന്നവരുടെ വയസ്സ് എത്ര? ഓപ്ഷൻ ഡി 48. 32 whole raised to minus 1/5 minus 27 whole raised to minus 2/3 എത്ര? ഓപ്ഷൻ ബി 7/18. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ച് നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്ര? ഓപ്ഷൻ എ 70. മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ടും സഞ്ചരിക്കുന്നു. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് 10 മീറ്റർ വടക്കോട്ടും സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് എത്തുന്നു. 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ്? ഓപ്ഷൻ ഡി 10 മീറ്റർ. 1/2, 1/4, 1/16 ഡാഷ് 1/65536 വിട്ടുപോയത് പൂരിപ്പിക്കുക. ഓപ്ഷൻ ബി 1/256. രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി. 1000 രൂപ മുടക്കി പുതുക്കി പണിയുകയും 2,500 രൂപ ചെലവാക്കി പെയിൻറ് ചെയ്യുകയും ചെയ്തു. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണം? ഓപ്ഷൻ എ 16,200. ഒരു ഓട്ടോക്കാരൻ്റെ വേഗത 15 സെക്കൻഡിൽ 150 മീറ്റർ ആണെങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്ററാണ്? ഓപ്ഷൻ ഡി 36. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? ഓപ്ഷൻ ബി 44%. ഷാജി ഷാൻ ഇവർ കയ്യിലുള്ള തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. എന്നാൽ ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത്. എങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എത്ര? ഓപ്ഷൻ സി 5,040. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി 15⁵5 + 5. 154 സ്ക്വയറിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് 153 സ്ക്വയറിൻ്റെ വിലയോട് എത്ര കൂട്ടണം? ഓപ്ഷൻ ബി 153 + 154. ഷാജി ഒരു നോവലിൻ്റെ 2/9 ഭാഗം ശനിയാഴ്ച വായിച്ചു. ബാക്കിയുള്ളതിൻ്റെ 1/3 ഭാഗം ഞായറാഴ്ചയും വായിച്ചു. ബാക്കിയുള്ള 160 പേജ് തിങ്കളാഴ്ചയും വായിച്ചു. നോവലിൽ എത്ര പേജ് ഉണ്ട്? ഓപ്ഷൻ ബി 360. 12.5% പകുതിയുടെ ദശാംശ രൂപം എഴുതുക. ഓപ്ഷൻ ഡി 0.125. 9/0.9 × 9/0.9 സമം ഓപ്ഷൻ സി 100. ഈ ചോദ്യപേപ്പറിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വരുന്ന സമയത്ത് നമുക്കൊന്നുകൂടി ഈ പേപ്പർ ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.